Elements of Arabic Language, Block 1, Unit 4, Al-Asma'ul Khamsa. ഈ യൂണിറ്റിൽ നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുടെ അനുബന്ധം എന്ന നിലക്കുള്ള ഏതാനും വിഷയങ്ങളാണ് ഇവിടെ ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഇറാബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇറാബിൻ്റെ അസുലിയായ അലാമത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റഫ് ദമ്മത്ത് കൊണ്ടാണ്, അതുപോലെ നസ്ബ് ഫത്ഹത്ത് കൊണ്ടാണ്, അതുപോലെ ജറ് എന്ന് പറയുന്ന ഇറാബിൻ്റെ അസുലിയ അലാമത്ത് കസ്റത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അസുലിയായ അലാമത്താണ്, ഇതിൻ്റെ ചില എക്സെപ്ഷണൽ കേസുകൾ അറബി ഭാഷയിലുണ്ട് എന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു എക്സെപ്ഷണൽ കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് അറബി ഭാഷയിലെ 5 ഇസ്മുകൾ, 5 നാമങ്ങൾ, അതിൻ്റെ ഇറാബിൻ്റെ അലാമത്തുകൾ നമ്മൾ ഈ പറഞ്ഞ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, ദമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് ജറ് എന്ന രൂപത്തിലല്ല, മറിച്ച് അതിൻ്റെ ഇറാബിയായ അലാമത്തുകൾ, ഇറാബിൻ്റെ അലാമത്തുകൾ എന്താണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് വരുന്നത്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത്ര 5 ഇസ്മുകൾ, അതിനെ അൽ അസ്മാഉൽ ഖംസ എന്ന് വിളിക്കും. അത് ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അബുൻ, അഹുൻ, ഹമുൻ, ഫു, ദു. ഈ 5 ഇസ്മുകളാണ്. ഈ 5 ഇസ്മുകൾ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്ത് പറയപ്പെടുമ്പോഴാണ് ഇവിടെ ഈ അലാമാത്ത് ഫറഇയ്യ എന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അതായത് ദമ്മത്ത് കൊണ്ട് റഫ്, ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ് എന്ന അവസ്ഥയിൽ നിന്നുള്ള മാറ്റം ഉണ്ടാകുന്നത് ഈ 5 ഇസ്മുകൾക്കാണ്. ഈ 5 ഇസ്മുകൾ തന്നെ ഒറ്റക്ക് വരുമ്പോഴല്ല, അതിൻ്റെ കൂടെ മറ്റൊരു ഇസ്മ് ചേർന്ന് വരുമ്പോൾ, അതായത് അബുൻ എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പിതാവ് എന്നാണ്. ഇപ്പോൾ റാഷിദിൻ്റെ പിതാവ്, അബൂ റാഷിദ്, അങ്ങനെ ആ ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അബ് എന്ന കലിമത്തിൻ്റെ ഇറാബ് ഏത് രൂപത്തിലാണ് വരുന്നത് എന്നാണ് നാം ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അബ്, അഹ്, അഹിൻ്റെ അർത്ഥം അറിയാലോ, സഹോദരൻ, ബ്രദർ എന്നാണ് അർത്ഥം. അതുപോലെ ഹമ് എന്ന് പറയുമ്പോൾ ഫാദർ ഇൻ ലോ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, റിലേറ്റീവ്സ് ഓഫ് ഹസ്ബൻഡ് എന്ന അർത്ഥം വരുന്നുണ്ട് ഹമ്. അതുപോലെ ഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് എന്നാണ് അർത്ഥം, വായ. അതുപോലെ ദു എന്നുള്ളത് അറബി ഭാഷയിൽ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ദു മാലിൻ, സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. ദു ജാഹിൻ, വലിയ പദവിയുള്ള ആള്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വാക്കാണ് ദു. അപ്പോൾ ഈ 5 കലിമത്തുകളുടെ ഇറാബ്, അത് അസ്ലിയായ ഇറാബിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, അസ്ലിയായ ഇറാബിൻ്റെ അലാമത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അലാമത്തുകളാണ് ഈ 5 ഈ ഇസ്മുകൾക്കും ഉള്ളത്. അത് മറ്റൊരു ഇസ്മിനോട് ചേർന്ന് വരുന്ന സമയത്ത്. അതാണ് ഈ ഒരു യൂണിറ്റിൽ നാം പറയുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഒന്നാമത്തേത് നസ്റ അബു മുഹമ്മദിൻ ബായിസൻ. നസ്റ അബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പിതാവ് സഹായിച്ചു, ബായിസൻ, ഒരു ദരിദ്രനായ വ്യക്തിയെ. അവിടെ നസ്റ എന്നുള്ളത് ഫിഅലാണ്, അബു എന്നുള്ളത് അതിൻ്റെ ഫായിലാണ്. അബു മുഹമ്മദിൻ, അബു എന്ന വാക്കിനെ മുഹമ്മദിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. മുഹമ്മദിൻ്റെ പിതാവ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അഹൂക്ക റജുലുൻ കരീമുൻ. അഹൂക്ക, നിന്റെ സഹോദരൻ, റജുലുൻ കരീമുൻ, ഒരു മാന്യനായ വ്യക്തിയാണ്. ഇവിടെ അഹ് എന്ന വാക്ക്, സഹോദരൻ എന്ന വാക്കിനെ ക എന്നുള്ള മീറിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അഹൂക്ക,
നിന്റെ സഹോദരൻ. അതുപോലെ ദാലിക ഹമൂക, അത് നിന്റെ ഹമ ആണ്. ഹമു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫാദർ ഇൻ ലോ എന്നാണ് മീനിങ്. ദാലിക ഹമൂക. അപ്പൊ അവിടെ ദാലിക ഹമൂക, ഹമു എന്ന വാക്ക് ക എന്ന ലമീറിലേക്ക് ചേർത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. നിന്റെ ഹമു, നിന്റെ ഫാദർ ഇൻ ലോ എന്ന അർത്ഥത്തിൽ. ഈ പറഞ്ഞതൊക്കെ റഫ്ഇന്റെ സ്ഥാനത്തായിട്ടാണ് വന്നിട്ടുള്ളത്. നസ്റ അബു മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടെ അബു വന്നിരിക്കുന്നത് ഫായിലിന്റെ സ്ഥാനത്താണ്. അഹൂക്ക റജുലുൻ കരീം എന്ന് പറയുമ്പോൾ അഹൂക്ക എന്നുള്ളത് മുബത്തദ, ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഇസ്മ മുബത്തദ എന്ന് പറയും. അതിന്റെ ഇറാബ് റഫ് ആണ്. അതുപോലെ ഫായിൽ ആയിട്ടാണ് നേരത്തെ വന്നത്. നസ്റ അബു മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഫായിലായിട്ടാണ് വന്നിരിക്കുന്നത്. നസ്റയുടെ ഫായിൽ, അതിനും ഇറാബ് റഫ് ആണ്. ദാലിക ഹമൂക്ക എന്നുള്ളതും ഹമൂക്ക അതെന്താണ് സെന്റൻസിന്റെ ഖബറാണ്. ദാലിക എന്ന് പറയുന്ന മുബത്തദ, അതിന്റെ ഖബറാണ് ഹമൂക്ക. അപ്പൊ അവിടെയും റഫിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ഫൂക്ക റായിഹത്തുഹു ത്വയ്യിബ, ഫൂക്ക നിന്റെ വായ, റായിഹത്തുഹു അതിന്റെ ഗന്ധം, അതിന്റെ വാസന, ത്വയ്യിബത്തുൻ വളരെ നല്ലതാണ്. അപ്പൊ അവിടെ ഫൂക്ക എന്നുള്ളത് മുബത്തദന്റെ സ്ഥാനത്ത് റഫ് എന്ന ഇറാബിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് എക്സാമ്പിൾസിലേക്ക് പോയാൽ, അവിടെ മുഹമ്മദുൻ ദൂ കറമിൻ അലാ ഗൈരിഹി, മുഹമ്മദ് ദൂ കറമിൻ, അവൻ എന്താണ്, അദ്ദേഹം ദൂ കറമിൻ വളരെയധികം ഔദാര്യമുള്ളവനാണ്, ഔദാര്യമുടയവനാണ്. അലാ ഗൈരിഹി മറ്റുള്ള ആളുകളോട് വളരെയധികം ഔദാര്യം കാണിക്കുന്ന ആളാണ് ആര്, മുഹമ്മദ്. അവിടെ ദൂ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഖബറിന്റെ സ്ഥാനത്ത് റഫ് ലഭിക്കേണ്ട സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ദൂ എന്ന വാക്ക് ദൂവിനെ കറമ് എന്ന് പറയുന്ന ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത സെറ്റ് ഓഫ് എക്സാമ്പിൾസിൽ റഅയ്തു അബാക്ക മാഷിയൻ ഫി ത്വരീഖ്, റഅയ്തു ഞാൻ കണ്ടു, അബാക്ക നിന്റെ പിതാവിനെ, മാഷിയൻ ഫി ത്വരീഖ് വഴിയിലൂടെ നടക്കുന്നവനായിട്ട് കണ്ടു. അവിടെ റഅയ്തു അബാക്ക എന്നാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഫായിലിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അബൂക്ക വാവോട് കൂടിയാണ് വന്നതെങ്കിൽ ഇവിടെ റഅയ്തു അബാക്ക അലിഫോട് കൂടിയാണ്. അബ് എന്ന വാക്ക് തന്നെ നേരത്തെ വാവോട് കൂടി വന്നത്, ഇവിടെ അലിഫോട് കൂടി ആണ് വന്നിട്ടുള്ളത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഅയ്തു എന്നുള്ളത് ഫീലും ഫായിലും ചേർന്ന് വന്നിട്ടുള്ളതാണ്. റഅയ്തു ഞാൻ കണ്ടു, ഞാൻ എന്നുള്ളതാണ് ഫായിൽ, റഅ എന്നുള്ളത് ഫീലാണ്. ഇനി വേണ്ടത് മഫ്ഊലാണ്. മഫ്ഊല് അബാക്ക. അപ്പോൾ മഫ്ഊലിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അലിഫോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നസ്ബിന്റെ അലാമത്ത് എന്താണ്, അലിഫാണ്. നേരത്തെ റഫിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അബൂക്ക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം റഫിന്റെ അടയാളം ഇവിടെ വാവാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഇറാബിന്റെ അലാമത്തുകളിൽ വരുന്ന മാറ്റം. പൊതുവെ ഇറാബിന്റെ അലാമത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അസ്ലിയായ അലാമത്തുകൾ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്നതാണെങ്കിൽ, ഇവിടെ ഈ അസ്മാഉൽ ഖംസയുടെ കേസിൽ ഇറാബിന് ഈ പറഞ്ഞ ആ പൊതുവായ നിയമത്തിൽ നിന്നുള്ള ഒരു അപവാദം ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഇവിടെ റഫ് ലമ്മത്തിന് പകരം എന്താണ്, വാവ് കൊണ്ടാണ് റഫ്. വാവാണ് ഇവിടെ റഫിന്റെ അലാമത്ത്. അതുപോലെ നസ്ബിന്റെ അലാമത്ത് അലിഫാണ്. അലിഫ് കൊണ്ടാണ് ഇവിടെ നസ്ബ്, അബാക്ക. അതുപോലെ യുക്രിമുന്നാസു അഹാക്ക, യുക്രിമുന്നാസു ജനങ്ങൾ ആദരിക്കുന്നു, അഹാക്ക നിന്റെ സഹോദരനെ. യുക്രിമു എന്ന ഫീലിന്റെ മഫ്ഊലാണ് അഹാക്ക. മഫ്ഊലിന് നസ്ബാണ് വേണ്ടത് നമുക്കറിയാം. അതുകൊണ്ടാണ് അഹൂക്ക എന്ന് പറയാതെ അഹാക്ക എന്ന് പറഞ്ഞത് അലിഫോട് കൂടി. അലിഫ് കൊണ്ടാണ് നസ്ബ്. അസ്മാഉൽ ഖംസക്ക് നസ്ബ് അലിഫ് കൊണ്ടാണ്. അതുപോലെ ലഅല്ല ഹമാക്ക മുതഅഖിർ, ലഅല്ല ഹമാക്ക മുതഅഖിർ, ലഅല്ല ഹമാക്ക നിന്റെ ഹമ്, നിന്റെ ഫാദർ ഇൻ ലോ ആയിരിക്കാം, മുതഅഖിർ ലേറ്റായി വന്നിട്ടുണ്ടാകാം. അപ്പൊ അവിടെ
ഹമാക്ക, നേരത്തെ ഹമൂക്ക എന്ന് പറഞ്ഞത് റഫിന്റെ സ്ഥാനത്താണ് വന്നതെങ്കിൽ ഇവിടെ പിന്നെ നസ്ബിന്റെ സ്ഥാനത്തായപ്പോൾ ഹമാക്ക അലിഫോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇന്ന ഫാക്ക യഹ്താജു ഇല അമലിയത്തിൻ ജറാഹിയ. ഇന്ന ഫാക്ക നിന്റെ വായ, യഹ്താജു അതിന് ആവശ്യമായിട്ടുണ്ട്, ഇല അമലിയത്തിൻ ജറാഹിയ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടത് ആവശ്യമാണ്, ഒരു സർജറി നടത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഫാക്ക എന്നുള്ളത് നേരത്തെ ഫൂക്ക വാവോടുകൂടി പറഞ്ഞത്, ഇവിടെ ഫാക്ക ഇന്ന വന്നപ്പോൾ ഇന്നയുടെ ശേഷമുള്ള ഇസ്മിന് നസ്ബ് ചെയ്യണമെന്നാണ് നിയമം. നസ്ബിന്റെ സ്ഥാനമാകുമ്പോൾ അലിഫോടുകൂടി പറയണം. ഫു എന്നുള്ളതിനെ ഫ എന്ന് പറയണം, ഫാക്ക. അതുപോലെ കാന അലിയുൻ ദാ മാലിൻ അലീമിൻ. കാന അലിയുൻ അലി ആയിരുന്നു, ദാ മാലിൻ അലീമിൻ വലിയ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു. നേരത്തെ ദു എന്ന് പറഞ്ഞത് റഫിന്റെ സ്ഥാനത്തായതുകൊണ്ടാണ്. ഇവിടെ നസ്ബിന്റെ സ്ഥാനമായതുകൊണ്ട് ദാ എന്ന് പറയണം, ദാ മാലിൻ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കി അസ്മാഉൽ ഖംസയുടെ റഫ് എന്ന് പറയുന്നത് അതിന്റെ അലാമത്ത് എന്താണ്? വാവാണ്. വാവ് കൊണ്ടാണ് റഫ്. എന്തിന്? അസ്മാഉൽ ഖംസക്ക്. അസ്മാഉൽ ഖംസക്ക് നസ്ബ് അലിഫ് കൊണ്ടാണ്. സാധാരണഗതിയിൽ നസ്ബ് ഫത്തഹത്ത് കൊണ്ടാണെങ്കിൽ ഇവിടെ അസ്മാഉൽ ഖംസയുടെ കേസിൽ അലിഫ് കൊണ്ടാണ് നസ്ബ്. ഓക്കെ. ഇനി അടുത്തത് സല്ലംതു അല അബീക, ഞാൻ നിന്റെ പിതാവിന്റെ മേൽ സലാം ചൊല്ലി. അവിടെ അബീക എന്നുള്ളത് അല എന്നതിന്റെ അല എന്നതിന് ശേഷം ഒന്ന്. അല നമുക്കറിയാം ഒരു ഇസ്മിന് ജർറ് ചെയ്യുന്ന അദാത്താണ്, ജർറ് ചെയ്യുന്ന ടൂളാണ് അല. അപ്പൊ അവിടെ അബീക, അബൂക്ക, അബാക്ക, അബീക്ക. അബൂക്ക എന്നാണ് റഫിന്റെ അവസ്ഥയിൽ പറയാം. നസ്ബിന്റെ സ്ഥാനത്താണെങ്കിൽ അബാക്ക എന്ന് പറയും. ജറിന്റെ സ്ഥാനത്താണെങ്കിൽ അബീക്ക യാവോടുകൂടി പറയും. ഇസ്തറൈതു കിതാബൻ മിൻ അഖീക. നേരത്തെ അഹൂക്ക റഫിന്റെ സ്ഥാനത്താകുമ്പോൾ അഹൂക്ക പറഞ്ഞു. അതുപോലെ നസ്ബിന്റെ സ്ഥാനത്താകുമ്പോൾ അഹാക്ക പറഞ്ഞു. ഇവിടെ മിൻ എന്നതിന്റെ ശേഷം മിന്ന് ജർറ് ചെയ്യുന്ന ഹർഫാണ്. അതുകൊണ്ട് തന്നെ മിന്നിന്റെ ശേഷം അഖീക്ക അഹ് വന്നു കഴിഞ്ഞാൽ അഖീക്ക എന്ന് പറയണം, യാവോടുകൂടി പറയണം. കാരണം ജറിന്റെ അടയാളം യാ ആണ്. അസ്മാഉൽ ഖംസയുടെ കേസിൽ ജറിന്റെ അടയാളം യാ ആണ്. മറർത്തു ബി ഹമീക സബാഹൻ. മറർത്തു ഞാൻ നടന്നു, ബി ഹമീക നിന്റെ ഫാദർ ഇൻ ലോയിന്റെ അടുത്തുകൂടെ, സബാഹൻ രാവിലെ. ലാ തള ഇസ്ബഅക ഫീ ഫമിക ഫീ ഫീക. ലാ തള ഇസ്ബഅക നീ നിന്റെ വിരലിനെ വെക്കരുത്, ഫീ ഫീക നിന്റെ വായയിൽ. അവിടെ ഫീക, ഫാക്ക, ഫൂക്ക, ഫീക. ഫൂക്ക എന്ന് പറയും റഫിന്റെ അവസ്ഥയിൽ. നസ്ബിന്റെ സന്ദർഭത്തിൽ ഫാക്ക എന്ന് പറയും. ഇവിടെ ഫീ വന്നതുകൊണ്ട് ഫീ എന്നുള്ളത് എന്താണ്? ജറിന്റെ ഹർഫാണ്. അതുകൊണ്ട് അതിന് ശേഷം ഫ വന്നു കഴിഞ്ഞാൽ, ഫു വന്നു കഴിഞ്ഞാൽ ഫീ എന്ന് വായിക്കണം, യാവോടുകൂടി പറയണം, ഫീക്ക. യക്റഹുന്നാസു കുല്ല ദീ ബശാഅത്തിൽ ഖുലുഖി. യക്റഹുന്നാസു ജനങ്ങൾ വെറുക്കും, കുല്ല ദീ ബശാഅത്തിൽ ഖുലുഖി എല്ലാ ദുസ്വഭാവക്കാരെയും. അപ്പൊ അവിടെ ദീ എന്ന് വന്നു, കാരണം കുല്ല് എന്ന് പറയുന്ന ഇസ്മിന്റെ മുലാഫ് ഇലൈഹി അതിനെ ഈ ദീ എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. മുലാഫ് ഇലൈഹി ജറാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് സൂ പറയേണ്ടതിന് പകരം അല്ലെങ്കിൽ ദാ പറയേണ്ടതിന് പകരം ദീ എന്ന് തന്നെ പറയണം, ദീ യാവോടുകൂടി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്താണ്? അബുൻ, അഖുൻ, ഹമുൻ, ഫൂദു ഈ 5 ഇസ്മുകളുടെ ഇറാബ്, ഈ 5 ഇസ്മുകൾക്ക് അൽ അസ്മാഉൽ ഖംസ എന്നാണ് പറയാ. ഇതിന്റെ ഇറാബ് തുർഫഉൽ അസ്മാഉൽ ഖംസത്തു. അസ്മാഉൽ ഖംസക്ക് റഫ്ഉ ചെയ്യപ്പെടും ബിൽ വാവി, വാവ് കൊണ്ട്. നിയാബത്തൻ അനിൽ ലമ്മത്തി, സാധാരണഗതിയിൽ ലമ്മത്ത് കൊണ്ടാണ് റഫ് എങ്കിൽ അതിന് പകരം ഇവിടെ വാവ് കൊണ്ടാണ് റഫ്. അതുപോലെ തുൻസബു ബിൽ അലിഫി, ഇത് ഈ അസ്മാഉൽ ഖംസക്ക് നസ്ബ് ചെയ്യുക അലിഫ് കൊണ്ടാണ്. നിയാബത്തൻ അനിൽ ഫത്തഹത്തി, പൊതുവെ ഫത്തഹ് കൊണ്ടാണ് എന്ന്. അതിന് പകരം പൊതുവെ ഫത്തഹ് കൊണ്ടാണെങ്കിൽ ഇവിടെ അതിന് പകരം എന്തുകൊണ്ടാണ് നസ്ബ്? അലിഫ് കൊണ്ടാണ് നസ്ബ്. അതുപോലെ തുജറു ബിൽ യാഇ, ഇതിന്റെ അസ്മാഉൽ ഖംസക്ക് ജർറ് കൊടുക്കുക
യാ കൊണ്ടാണ്. നിയാബത്തൻ അനിൽ കസ്റത്തി, കസ്റത്തിന് പകരം. ഇത്രയും കാര്യമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവിധ എക്സസൈസുകളാണ് അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. തദ്രീബാത്തുകൾ. നസ്വറ അബു മുഹമ്മദിൻ ബായിസൻ. നസ്വറ എന്ന് പറയുന്ന ഫീലിന്റെ ശേഷം ഫായിലാണ് വരേണ്ടത്. അതുകൊണ്ട് അവിടെ അബ എന്നോ അബി എന്നോ പറയാൻ പാടില്ല, റഫോട് കൂടി പറയണം. റഫ് വാവ് കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അബു എന്നുള്ളതാണ് കറക്റ്റ്. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക.